सहना भवतु सहनौ भुनक्तु सह वीर्यं करवावहै तेजस्विनावधीतमस्तु मा विद्विषावहै। ओम शांति शांति शांति। हरि ओम। श्रीमद् भगवद गीता രണ്ടാമത്തെ അധ്യായം 64ാമത്തെ ശ്ലോകം. മനസ്സാണ് നമ്മുടെ പ്രവർത്തനങ്ങൾക്കൊക്കെ എല്ലാം കാരണം. അതുകൊണ്ട് തന്നെ അമൃതബിന്ദു ഉപനിഷത്ത് പറയുന്നു, മന ഏവ മനുഷ്യാനാം കാരണം ബന്ധമോക്ഷയോഹോ. അപ്പോൾ ഈ മനസ്സ് ഇന്ദ്രിയ വിഷയങ്ങളെ കുറിച്ച് ചിന്തിക്കുന്നു, അതിൽ ആസക്തരാകുന്നു. ആസക്തി ഉള്ളതുകൊണ്ട് അതിൽ ബന്ധനം ഉണ്ടാകുന്നു, അതിൽ കാമം ജനിക്കുന്നു, അത് തടയപ്പെടുമ്പോൾ ക്രോധം ഉണ്ടാകുന്നു. അങ്ങനെ അവസാനം സർവനാശത്തിലേക്ക് നയിക്കപ്പെടുന്ന ഒരു വ്യക്തി. ഇതാണ് ഭഗവത്ഗീതയിലെ 62ാമത്തെ 63ാമത്തെ ശ്ലോകങ്ങൾ. രണ്ടാമത്തെ അധ്യായത്തിൻ്റെ 62ാമത്തെ 63ാമത്തെ ശ്ലോകങ്ങൾ പറയുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് പുറത്തു വരാനുള്ള വഴി എന്താണ്? ഇതിൽ നിന്ന് പുറത്തു വരാനുള്ള വഴി എന്താണ്? ഇതിൽ നിന്ന് പുറത്തു വരാനുള്ള വഴി എന്താണ്? അതാണ് 64ാമത്തെ ശ്ലോകത്തിൽ ഭഗവാൻ ശ്രീകൃഷ്ണൻ പറയുന്നത്. രാഗദ്വേഷ വിയുക്തൈസ്തു വിഷയാൻ ഇന്ദ്രിയൈശ്ചരൻ ആത്മവശ്യൈഹി വിധേയാത്മാ പ്രസാദം അധിഗച്ഛതി. തു പക്ഷേ. എന്തുകൊണ്ട് പക്ഷേ? തൊട്ടു മുമ്പ് 62ാമത്തെ 63ാമത്തെ ശ്ലോകങ്ങളിൽ എങ്ങനെയാണ് മനസ്സ് സർവനാശത്തിലേക്ക് നമ്മളെ നയിക്കുന്നത് എന്ന് പറഞ്ഞു. അതുകൊണ്ട് അങ്ങനെയാണെങ്കിലും പക്ഷേ രാഗദ്വേഷ വിയുക്തൈഹി. രാഗം എന്ന് പറഞ്ഞാൽ ആസക്തി, ദ്വേഷം എന്ന് പറഞ്ഞാൽ വെറുപ്പ്. വെറുപ്പും ആസക്തിയും ഇല്ലാതെ ഇരിക്കുന്ന ഒരു വ്യക്തിക്ക്, അല്ലെങ്കിൽ വെറുപ്പും ആസക്തിയിൽ നിന്ന് വിയുക്തൈഹി മുക്തനായിരിക്കുന്ന ഒരു വ്യക്തിക്ക്, ആത്മവശ്യൈഹി മനസ്സിനെ നിയന്ത്രിച്ച് കൊണ്ടുപോകുന്ന ഒരു വ്യക്തിക്ക്, നിയന്ത്രിതമായ മനസ്സ് ഉള്ള ഒരു വ്യക്തിക്ക്, ഇന്ദ്രിയൈഹി ഇന്ദ്രിയങ്ങൾ, വിഷയാൻചരൻ ഇന്ദ്രിയ വിഷയങ്ങളിൽ കളിക്കുന്നു, അതിൽ പ്രവർത്തിക്കുന്നു. വിധേയാത്മാ പക്ഷേ ആരുടെ ആത്മ എന്ന് പറഞ്ഞാൽ മനസ്സ് നിയന്ത്രിതമാണോ അവർ പ്രസാദം മനസമാധാനം അധിഗച്ഛതി പ്രാപിക്കുന്നു. അപ്പോൾ പൊതുവെ ആസക്തിയുള്ള വ്യക്തികളാണ് എല്ലാവരും. അങ്ങനെ ആസക്തിയുള്ള വ്യക്തികൾ മനസ്സ് കാരണം സർവനാശത്തിലേക്ക് നയിക്കപ്പെടുമ്പോൾ ആസക്തിയും വെറുപ്പും രണ്ടുമില്ലാതെ ഒരു സന്തുലിത ഭാവം ഉള്ള വ്യക്തി, ആ വ്യക്തി ഇന്ദ്രിയ വിഷയങ്ങളോട് ഇടപെടുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അതല്ലാതെ വേറെ ആ വ്യക്തിക്ക് ആ ഇന്ദ്രിയ വിഷയങ്ങൾ കാരണം ദുഃഖമുണ്ടാകുന്നില്ല. അപ്പോൾ ചെവി ശബ്ദം കേൾക്കുന്നു, കണ്ണ് ദൃശ്യം കാണുന്നു, നാവ് രുചിക്കുന്നു. അങ്ങനെ ഓരോ ഇന്ദ്രിയങ്ങളും ഓരോ ഇന്ദ്രിയ വിഷയത്തിൻ്റെ അനുഭവം
ഗ്രഹിക്കുന്നു, ആ ജ്ഞാനം പ്രാപിക്കുന്നു. പക്ഷേ അതുകൊണ്ട് ദുഃഖമൊന്നും ഉണ്ടാവുന്നില്ല. അതാണ് ഇവിടെ പറയുന്നത്. ഇന്ദ്രിയൈഹി വിഷയാൻ ചരൻ. ചരൻ എന്ന് വെച്ചാൽ അവിടെ ചലിക്കുന്നു, പ്രവർത്തിക്കുന്നു, അതിൽ കളിക്കുന്നു. പക്ഷെ അവർക്ക് ഒരിക്കലും ദുഃഖം ഉണ്ടാകുന്നില്ല. ഇത് കാരണം ദുഃഖം ഉണ്ടാകുന്നില്ല. ഇത് കാരണം ദുഃഖം ഉണ്ടാകുന്നില്ല. മാത്രമല്ല, മനസ്സിനെ നിയന്ത്രിച്ചിരിക്കുന്ന വ്യക്തിക്ക് പ്രസാദം അധിഗച്ഛതി. ആ വ്യക്തി മനസമാധാനം പ്രാപിക്കുന്നു. അപ്പോൾ മനസ്സിനെ നിയന്ത്രിക്കാത്ത വ്യക്തി എന്ത് ചെയ്യും? ഒരു കാഴ്ച കാണുമ്പോൾ ആ കാഴ്ച മനസ്സിന് ഇഷ്ടപ്പെട്ട കാഴ്ചയാണെങ്കിൽ അതിൽ ആസക്തരാകുന്നു. ഇനി അഥവാ മനസ്സിനെ ചഞ്ചലപ്പെടുത്തുന്ന, വെപ്രാളം മനസ്സിന് നൽകുന്ന കാഴ്ചയാണെങ്കിൽ അതുകൊണ്ട് വിഷമിപ്പിക്കുന്നു, മനസ്സിനെ വിഷമിക്കുന്നു, ദുഃഖമുണ്ടാകുന്നു. ചില കാഴ്ചകൾ ഇഷ്ടപ്പെടാതെ വരുമ്പോൾ ആ കാഴ്ചകളെ വെറുക്കുന്നു. അങ്ങനെയൊക്കെ ആവുമ്പോൾ എന്താകുന്നു? ആ വ്യക്തിക്ക് എല്ലാ വിഷയ അനുഭവങ്ങളും ദുഃഖത്തിൻ്റെ കാരണങ്ങളായി മാറുന്നു. ഭൂരിപക്ഷം ആൾക്കാർ അങ്ങനെ തന്നെയാണ്. വിഷയ അനുഭവങ്ങളൊക്കെ നമുക്ക് ദുഃഖത്തിൻ്റെ കാരണമായി മാറുന്നു. രുചി, നല്ല ഒരു ഉദാഹരണം രുചിയാണ്. രുചി എന്താണ്? നാവ്. നാവിൽ നിന്ന് നമുക്ക് രുചിക്കാൻ പറ്റും. ഭക്ഷണം കഴിക്കുന്നു, നല്ല രുചി. ഇനി നല്ല രുചി അല്ലെങ്കിൽ എന്താണ്? ഉപ്പ് മതി, ഉപ്പ് മതി. കുറച്ച് കൂടുതലായാൽ ഉപ്പ് കാരണം ദുഃഖം, കുറച്ച് കുറവായാൽ ഉപ്പ് കാരണം ദുഃഖം, തീരെ ഇല്ലെങ്കിൽ ഉപ്പ് കാരണം ദുഃഖം. അപ്പോൾ ഉപ്പ് ഒരു ചെറിയ പാചകം ചെയ്യുന്ന ആൾക്കാർക്കറിയാം, ഉപ്പ് കുറച്ച് അവസാനം ഇടും, അത്രേ ഉള്ളൂ. പക്ഷെ നമ്മുടെ ദുഃഖത്തിന് അത് മതി. പിന്നെ പാചകം ചെയ്യുന്ന വിഷയങ്ങൾ, അതിലിടുന്ന പച്ചക്കറി, അതിലിടുന്ന മസാല, അങ്ങനെ പല കാര്യങ്ങൾ, ഇതൊക്കെ എല്ലാം ശരിക്കും ആ അനുപാതത്തിൽ ഉപയോഗിച്ചില്ലെങ്കിൽ നമുക്ക് ദുഃഖം കിട്ടും. നമുക്ക് എന്താണോ രുചി, ഏത് രുചിയാണോ നമുക്ക് ഇഷ്ടം, ആ രുചി നമുക്ക് കിട്ടിയില്ലെങ്കിൽ നമുക്ക് ദുഃഖം കിട്ടും. നമുക്ക് ദുഃഖം കിട്ടും. അപ്പോൾ അതുകൊണ്ട് ഈ മനസ്സിനെ നിയന്ത്രിച്ചിരിക്കുന്ന വ്യക്തിക്ക് മാത്രമേ ദുഃഖമില്ലാത്ത അവസ്ഥയെ പ്രാപിക്കാൻ പറ്റുള്ളൂ. ആ വ്യക്തിക്ക് മാത്രമേ രുചിയെ രുചിയായി ആസ്വദിക്കാൻ പറ്റുള്ളൂ. അതിപ്പോൾ ഉപ്പ് കുറവാണെങ്കിലും കുഴപ്പമില്ല. നമുക്കൊരു സ്വാമിജി ഉണ്ടായിരുന്നു, രാമകൃഷ്ണ മഠം രാമകൃഷ്ണ മിഷൻ്റെ 11ാമത്തെ ആഗോള അധ്യക്ഷൻ സംപൂജ്യ സ്വാമി ഗംഭീരാനന്ദജി മഹാരാജ്. അപ്പോൾ സ്വാമിജിക്ക് എപ്പോഴും കൃത്യസമയങ്ങളിൽ ഭക്ഷണം, അതുപോലെ ചായ ഒക്കെ സേവകന്മാർ കൊടുക്കുമായിരുന്നു. ഒരു ദിവസം സ്വാമിജിക്ക് ചായ കൊടുത്ത ഉടൻ തന്നെ ആ കൊടുത്ത സേവകന് എന്തോ തെറ്റുപറ്റിയെന്ന് മനസ്സിലായിട്ട് സ്വാമിജിയുടെ അടുത്ത് ഓടിപ്പോയി. സ്വാമിജി ചായ കുടിച്ചോ? അപ്പോൾ സ്വാമിജി ചായ കുടിച്ചു കഴിഞ്ഞിരുന്നു. ആ കുടിച്ചു. എങ്ങനെയായിരുന്നു? ഓ നന്നായിരുന്നു. അപ്പോൾ സ്വാമിജി ക്ഷമിക്കണം. അപ്പം തന്നെ സാഷ്ടാംഗം നമസ്കരിച്ച് പറഞ്ഞു, സ്വാമിജി ക്ഷമിക്കണം. എന്തു പറ്റി? അല്ല ചായ നന്നായിരുന്നു. എനിക്കൊരു വ്യത്യാസമൊന്നും തോന്നിയില്ല, നന്നായിരുന്നു. അപ്പം അല്ല ക്ഷമിക്കണം. എന്തുകൊണ്ട്? കാരണം അന്നാണ് ഈ അന്നത്തെ കാലത്ത് ഈ പൊടി ആയിട്ടുള്ള പഞ്ചസാര വരുന്നത്, അതായത് ക്രിസ്റ്റൽ അല്ലാതെ പൗഡർ പഞ്ചസാര. അപ്പോൾ ആ പഞ്ചസാര വെച്ചിരുന്നു, അതിൻ്റെ അടുത്ത് തന്നെയായിരുന്നു ഉപ്പും വെച്ചിരുന്നത്. അപ്പോൾ ഇദ്ദേഹം, ഈ സേവകൻ, പഞ്ചസാരേനെ ഉപ്പെന്ന് വിചാരിച്ച്, ഉപ്പിനെ പഞ്ചസാര എന്ന് വിചാരിച്ച് ചായയിലിട്ടത് പഞ്ചസാരയ്ക്ക് പകരം ഉപ്പിനെയാണ്. പക്ഷെ ആ സ്വാമിജിക്ക് അതറിഞ്ഞില്ല. കാരണം സ്വാമിജി ബ്രഹ്മജ്ഞാനിയായിരുന്നു, ഇന്ദ്രിയ അതീതമായിരുന്നു
സ്വാമിജിയുടെ മനസ്സ്. അങ്ങനെ നിയന്ത്രിതമായിരിക്കുന്ന മനസ്സ് ആർക്കാണോ ഉള്ളത് അവർക്കിതൊക്കെ അനുഭവങ്ങളാകുന്നു, പക്ഷെ ദുഃഖമാകുന്നില്ല. അനുഭവിക്കാം, പക്ഷെ വിഷമം ഉണ്ടാവില്ല. അനുഭവിക്കാം, പക്ഷേ ആസക്തരാവില്ല. അത് വലിയൊരു പാഠമാണ്. വേദാന്തം നമുക്ക് പഠിപ്പിച്ചു കൊടുക്കുന്ന പാഠമാണ്. പലരും വിചാരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ജ്ഞാനി എന്ന് പറഞ്ഞാൽ അത്ര ബോറൻ ഒരു വ്യക്തിയായിരിക്കുന്നതാണ്. ഒരിക്കലുമല്ല. ജ്ഞാനി എന്ന് പറയുമ്പോൾ ആസ്വദിക്കുന്നു, പക്ഷേ ആസക്തനാവുന്നില്ല. നമുക്ക് ദുഃഖം എന്തുകൊണ്ട് വരുന്നു? ആസക്തി. ഈ ചായൻ്റെ കാര്യത്തിൽ തന്നെ പറഞ്ഞാൽ ഈ സമയം ചായ ഇല്ലെങ്കിൽ പലർക്കും തലവേദന വരും. പലരും മറ്റുള്ള ആൾക്കാർക്ക് തലവേദനയായി മാറും. ചായ വേണം അല്ലേ? ആ സമയം ചായ വേണം അല്ലേ? കണ്ടിട്ടില്ല അങ്ങനെ? പലർക്കും ചായ ഇല്ലെങ്കിൽ ബുദ്ധിമുട്ടല്ലേ കൃത്യം സമയത്തിൽ? കണ്ടിട്ടില്ല? ചായ. അതുപോലെ തന്നെ ചില ആൾക്കാർക്ക് പുകവലിയായിരിക്കും. അങ്ങനെ അത് വേണം. അതല്ലെങ്കിൽ തലവേദനയ്ക്കും മറ്റുള്ള ആൾക്കാർക്ക് തലവേദന ഉണ്ടാക്കും. അങ്ങനെ അതുപോലെ ചിലപ്പം എനിക്കിപ്പോൾ ഐസ്ക്രീം വേണം എന്ന് പറഞ്ഞ് ഐസ്ക്രീം, അത് കുറച്ച് വേറെ രീതിയിൽ വായിച്ചാൽ ഞാൻ നിലവിളിക്കുന്നു എന്നാണ് ഇംഗ്ലീഷിൽ അർത്ഥം. ഐസ്ക്രീം. അപ്പോൾ അങ്ങനെ നിലവിളിക്കാൻ തുടങ്ങും, ഒച്ചയും ബഹളം ഉണ്ടാക്കും. എന്തുകൊണ്ട്? വാശി, ആസക്തി. എനിക്കിത് വേണം. അപ്പോൾ ആസക്തി ഇല്ലാതെ അനുഭവം മാത്രമുള്ളപ്പോൾ എന്തു മനോഹരമാണ്. അതാത് ഋതുകളിൽ നല്ല, ഇപ്പോൾ മാമ്പഴത്തിൻ്റെ സമയം വന്നു, നല്ല മാമ്പഴം. പണ്ടത്തെ പോലെ ഒന്നല്ല. ഇപ്പോൾ രാജ്യത്തിൽ എവിടെയൊക്കെ ഉണ്ടോ മാമ്പഴം എല്ലാം കോഴിക്കോളിലിരുന്ന് തന്നെ കിട്ടും. അത് കഴിക്കാം, ആസ്വദിക്കാം. ആ ധനം വേണം, പക്ഷെ ധനം മാത്രം ഉണ്ടായിട്ട് കാര്യമില്ല. ഇത് വേറൊരാൾ കൊടുക്കുമ്പോഴും നമുക്ക് കഴിക്കാം. മാമ്പഴം കഴിക്കാം, ചക്ക കഴിക്കാം, എല്ലാം കഴിക്കാം. അനാസക്തരായിരുന്നാൽ ഇതെനിക്ക് വീണ്ടും വേണം എന്നുള്ള ഭാവം, അല്ലെങ്കിൽ ഇത് തീർന്നു പോകും എന്നുള്ള ആശങ്ക അതില്ലെങ്കിൽ, നിയന്ത്രിതമായ മനസ്സാണ് നമ്മുടെ മനസ്സെങ്കിൽ നമുക്ക് പ്രസാദം അധിഗച്ഛതി. ദുഃഖമില്ലാത്ത അവസ്ഥ, മനസമാധാനമുള്ള അവസ്ഥ, എപ്പോഴും നമുക്കത് ആ അവസ്ഥയിൽ നിലകൊള്ളാം. പ്രസാദം അധിഗച്ഛതി. ഈ പ്രസാദം എന്ന് പറയുമ്പോൾ അമ്പലത്തിൽ പോകുമ്പോൾ കിട്ടുന്നതല്ല, നിവേദിച്ച് കിട്ടുന്നതല്ല. ഈ കാര്യങ്ങളൊക്കെ ഭഗവാൻ ശ്രീകൃഷ്ണൻ പറയുന്നത് അർജുനൻ്റെ ചോദ്യങ്ങൾക്ക് ഉത്തരമായിട്ടാണ്. എന്തായിരുന്നു ആ ചോദ്യങ്ങൾ? സ്ഥിതപ്രജ്ഞസ്യ കാ ഭാഷ സമാധിസ്തസ്യ കേശവ സ്ഥിതതി കിം പ്രഭാഷേത കിമാസീത വ്രജേത ക്യം. സ്ഥിതപ്രജ്ഞൻ, അതായത് ജ്ഞാനി, എങ്ങനെയാണ് പെരുമാറുന്നത്, എങ്ങനെയാണ് നടക്കുന്നത്, എങ്ങനെയാണ് സംസാരിക്കുന്നത്, എങ്ങനെയാണ് ഒരു സ്ഥലത്ത് താമസിക്കുന്നത് എന്നൊക്കെയായിരുന്നു അർജുനൻ്റെ ചോദ്യം ഭഗവാൻ ശ്രീകൃഷ്ണനോട്. ആ ചോദ്യങ്ങൾക്ക് ഉത്തരമാണ് ഇതൊക്കെ. അപ്പോൾ ഒരു ജ്ഞാനി എപ്പോഴും നിയന്ത്രിത മനസ്സ് ഉള്ളതുകൊണ്ട് ആ ജ്ഞാനി എന്ത് ചെയ്യുന്നു? വിഷയൈഹി ഇന്ദ്രിയാൻ ചരൻ, വിഷയൈഹി ഇന്ദ്രിയാൻ ചരൻ. ഇന്ദ്രിയ വിഷയങ്ങളിലൂടെ അല്ലെങ്കിൽ ഇന്ദ്രിയ വിഷയങ്ങളോട് ഇന്ദ്രിയങ്ങൾ ഇടപെടുന്നു, അത്രേ ഉള്ളൂ. വേറെ ഒരു ആസക്തിയുമില്ല, ആസക്തി ഒന്നുമില്ല. ദൃശ്യം വരുന്നു, കാണുന്നു. ദൃശ്യം എന്ന് പറയുമ്പോൾ സിനിമയല്ല ഉദ്ദേശിച്ച് കിട്ടുക, കാഴ്ച കാണുന്നു, അതുപോലെ ശബ്ദം കേൾക്കുന്നു. ഇതിലൊന്നും ആസക്തരാകുന്നില്ല. അപ്പം അങ്ങനെയുള്ള മനസ്സുള്ള വ്യക്തിക്ക് എന്താവും? പ്രസാദേ സർവദുഃഖാനാം ഹാനിഹി അസ്യ ഉപജായത്തെ പ്രസന്ന ചേതസോ ഹി അശു ബുദ്ധി പര്യവതിഷ്ഠത്തെ. പ്രസന്ന ചേതസോ ഹി അശു ബുദ്ധി പര്യവതിഷ്ഠത്തെ. അപ്പോൾ പ്രസാദേ സർവദുഃഖാനാം ഹാനിരസ്യ ഉപജായത്തെ. പലരും ഇതിനെ പ്രസാദം എന്ന് തമാശയായിട്ട് നമ്മൾ അമ്പലത്തിൽ കിട്ടുന്ന പ്രസാദത്തോട് ഉപമിക്കുന്നു. അതല്ല ഇവിടെ പറയുന്നത്. പ്രസാദം എന്ന് പറഞ്ഞാൽ മനസമാധാനം. അപ്പോൾ മനസമാധാനത്തിൽ പ്രസാദേ അസ്യ, ആ വ്യക്തിക്ക് സർവദുഃഖാനാം ഹാനിഹി ഉപജായത്തെ,
എല്ലാ ദുഃഖങ്ങളുടെയും നാശം സംഭവിക്കുന്നു. അതായത് എല്ലാ ദുഃഖങ്ങളും അവിടെ നശിക്കുന്നു, അവിടെ നഷ്ടപ്പെടുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത്. പ്രസാദേ സർവദുഃഖാനാം അസ്യ ഹാനിഹി ഉപജായത്തെ. അസ്യ ആ വ്യക്തി, ഏത് വ്യക്തി? ആരുടെ വ്യക്തിയാണോ മനഃപ്രസാദമുള്ള വ്യക്തി, ആരുടെ മനസ്സാണോ ആത്മവശ്യൈഹി നിയന്ത്രിതമായി ഇരിക്കുന്നത്, ആരാണോ സാധനയിലൂടെ പരിശീലനത്തിലൂടെ മനസ്സിനെ നിയന്ത്രിച്ചിരിക്കുന്നത്, ആ വ്യക്തി എന്താകുന്നു? ആ വ്യക്തി എല്ലാ ദുഃഖങ്ങളെയും നഷ്ടപ്പെടുത്തിയിരിക്കുന്നു. അതായത് ആ വ്യക്തിക്ക് ദുഃഖങ്ങൾ ഉണ്ടാവുന്നില്ല. നാം പലപ്പോഴും പറയുന്നത് തെറ്റായി മനസ്സിലാക്കിയിരിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, എനിക്ക് ഐസ്ക്രീം കഴിക്കാൻ താല്പര്യമാണ്, ഐസ്ക്രീം കിട്ടാത്തത് കൊണ്ടാണ് ഞാൻ ദുഃഖിതനായിരിക്കുന്നത്, അല്ലെങ്കിൽ ഐസ്ക്രീം കിട്ടിയാൽ എനിക്ക് ആനന്ദം കിട്ടുമെന്ന്. അപ്പോൾ എത്ര ഐസ്ക്രീം കഴിക്കാൻ പറ്റും? 1 2. അപ്പോൾ നിങ്ങൾക്ക് ഐസ്ക്രീം കൊടുക്കുന്നു എന്ന് വെച്ചോ, 4 ഐസ്ക്രീം കൊടുക്കുന്നു, കഴിക്കാൻ പറ്റുമോ? നിർബന്ധിച്ച് കഴിക്കണം എന്ന് പറഞ്ഞാൽ കഴിക്കാൻ പറ്റുമോ? അപ്പം 4 ഐസ്ക്രീം കഴിക്കണം, അല്ലെങ്കിൽ ഇവിടുന്ന് പോകാൻ സമ്മതിക്കില്ല, അല്ലെങ്കിൽ തല്ലുന്നൊക്കെ പറഞ്ഞാൽ ഈ 4 ഐസ്ക്രീം തന്നെ ദുഃഖത്തിൻ്റെ കാരണമാവില്ലേ, വിഷമത്തിൻ്റെ കാരണമാവില്ലേ? അപ്പോൾ ഒരിക്കലും ഐസ്ക്രീമിലല്ല ആനന്ദമുള്ളത്. എന്തിലാണ് ആനന്ദമുള്ളത്? നമ്മുടെ അടുത്ത് തന്നെയാണ് ആനന്ദമുള്ളത്. അത് നാം തെറ്റായി മനസ്സിലാക്കുന്നു. ഐസ്ക്രീം കഴിച്ചതുകൊണ്ടാണ് ആനന്ദം കിട്ടുന്നതല്ല. നമുക്ക് ഒരു ആഗ്രഹമുള്ളപ്പോൾ നമ്മുടെ മനസ്സ് ആഗ്രഹത്തിനെ പിടിച്ചിരിക്കുകയാണ്. ആ ആഗ്രഹം പൂർത്തിയാകുമ്പോൾ മനസ്സിന് കുറച്ച് നിമിഷമെങ്കിലും വേറെ ഒന്നും പിടിക്കാൻ പറ്റാത്തതുകൊണ്ട് മനസ്സിൻ്റെ സ്വാഭാവിക അവസ്ഥയായ ആനന്ദത്തിനെ അത് ആസ്വദിക്കുന്നു. അപ്പം നമ്മുടെ സ്വാഭാവിക അവസ്ഥയാണ് ആനന്ദം. അത് അനുഭവം ഉണ്ടായാലും ഇല്ലെങ്കിലും അതാണ് നമ്മുടെ സ്വാഭാവിക അവസ്ഥ. അതുകൊണ്ടാണ് മനസ്സ് പ്രവർത്തിക്കാത്ത ഉള്ള സുഷുപ്തി എന്ന് പറയും, ആഴത്തിലുള്ള ഉറക്കം. ആഴത്തിൽ ഉറങ്ങുമ്പോൾ മനസ്സ് പ്രവർത്തിക്കുന്നില്ല, അവിടെ നാം സ്വപ്നം പോലും കാണുന്നില്ല. അപ്പോൾ നമുക്കെന്താണ് മനസ്സിലാവുന്നത്? ആനന്ദം അനുഭവപ്പെടുന്നു. പിന്നീട് ആരെങ്കിലും ചോദിച്ചാൽ നന്നായി ഉറങ്ങിയോ? ഓ, സുഖമായി ഉറങ്ങി. ഈ സുഖം എവിടെ നിന്ന് വരുന്നു? മനസ്സില്ലാത്തത് കൊണ്ട് സുഖം വരുന്നു. അപ്പോൾ ആർക്കാണോ മനസമാധാനമുള്ളത്, ആരാണോ രാഗദ്വേഷ വിയുക്തൈഹി, ഒരു വിഷയത്തിലും ആസക്തനുമല്ല, ആ വിഷയത്തോട് വെറുപ്പുമില്ല. അപ്പോൾ ഇച്ഛ ആഗ്രഹവുമില്ല, ദ്വേഷം വെറുപ്പുമില്ല, അങ്ങനെ സമമായി എല്ലാ വിഷയങ്ങളെയും കാണുന്ന വ്യക്തിക്ക് മനസ്സമാധാനം ഉണ്ടാകും. ആ മനസ്സമാധാനം, അതാണ് പറഞ്ഞത്, പ്രസാദം അധിഗച്ഛത്തി. ആ വ്യക്തി മനസ്സമാധാനം പ്രാപിക്കും. ആ മനസ്സമാധാനം കൊണ്ട് എന്തുണ്ടാവും? ആ വ്യക്തിക്ക് ഒരു തരത്തിലുള്ള ദുഃഖങ്ങൾ ഉണ്ടാവില്ല. ദുഃഖത്തിനെ കുറിച്ച് പറയുമ്പോൾ 3 തരത്തിലുള്ള ദുഃഖം എന്നാണ് ശാസ്ത്രങ്ങൾ പറയുന്നത്. ഒന്ന് അധി എന്ന് വെച്ചാൽ എന്താണോ ആധാരം, എവിടെ നിന്നാണോ ആ ദുഃഖം ഉണ്ടാവുന്നത്. ആത്മ എന്ന് വെച്ചാൽ നമ്മൾ തന്നെ, നമ്മുടെ ശരീരത്തിൽ നിന്നും മനസ്സിൽ നിന്നും ഉണ്ടാകുന്ന ദുഃഖമാണ് ആധ്യാത്മിക ദുഃഖം. പിന്നെ അതിഭൗതിക ദുഃഖം, മറ്റ് ജീവികളിൽ നിന്ന്, ചിലപ്പോൾ മനുഷ്യന്മാരാവാം, അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ആവാം, മറ്റ് ജീവികളിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ദുഃഖം അതിഭൗതിക ദുഃഖം. പിന്നെ അതിദൈവിക ദുഃഖം, അതായത് കൊടുങ്കാറ്റ്, വെള്ളപ്പൊക്കം, അങ്ങനെ പ്രകൃതിയിലൂടെ നമുക്ക് കിട്ടുന്ന ദുഃഖം. അങ്ങനെ 3 തരത്തിലുള്ള ദുഃഖമാണ് നാം അനുഭവിക്കുന്നത്. പക്ഷെ ആരാണോ മനസ്സിനെ നിയന്ത്രിച്ചിരിക്കുന്നത്, ആരാണോ മനസ്സിന് വേണ്ട പരിശീലനം നൽകിയിരിക്കുന്നത്, ആ വ്യക്തിക്ക് ഈ 3 തരത്തിലും ഒരു ദുഃഖവും ഉണ്ടാവില്ല.
ദുഃഖത്തിൻ്റെ സാഹചര്യമുണ്ടോ? ഏതെങ്കിലും ജീവി വന്ന് ഉപദ്രവിക്കുന്നുണ്ടോ? ചിലപ്പം ശരീരത്തിൽ വേദന ഉണ്ടോ, പനിയുണ്ടോ, രോഗമുണ്ടോ, മനസ്സ് കുറച്ച് വിഷാദത്തിലൊക്കെ ആവാം ചിലപ്പം. പക്ഷെ അതുകൊണ്ട് ആ വ്യക്തി ദുഃഖിക്കില്ല, ദുഃഖമുണ്ടാവില്ല. എത്ര നല്ലൊരു കാര്യമാണ് അല്ലേ? ദുഃഖമില്ലാത്തൊരവസ്ഥ, അതാണ് വേദാന്തം പറയുന്നത്. ദുഃഖമില്ലാത്ത അവസ്ഥ ഉണ്ട്. അതാണ് ഇവിടെ ഭഗവാൻ ശ്രീരാമകൃഷ്ണദേവൻ്റെ വചനാമൃതത്തിൽ നാം കാണുന്നത്. ഭഗവാൻ ശ്രീരാമകൃഷ്ണദേവൻ്റെ വചനാമൃതത്തിൽ ഭഗവാൻ പറയുന്നു, നമുക്ക് വേറെ ഒന്നും ചെയ്യണ്ട, ഭഗവാന്റെ നാമം പറഞ്ഞാൽ മതി, ഭഗവാന്റെ നാമം ചൊല്ലിയാൽ മതി. വൈകുന്നേരമായാൽ ഭഗവാന്റെ നാമം ചൊല്ലി കൈ കൊട്ടിയാൽ നമ്മുടെ മനസ്സിലുള്ള ദുഃഖങ്ങളും വിഷമങ്ങളും, എങ്ങനെയാണോ ഒരു മരത്തിൻ്റെ ചുവട്ടിലിരുന്ന് കൈ കൊട്ടിയാൽ ആ മരത്തിലുള്ള പക്ഷികളൊക്കെ പാറിപ്പോകുന്നത്, അതുപോലെ നമ്മുടെ വിഷമങ്ങളും പാറിപ്പോവും. അപ്പോൾ ഈ വിഷയത്തിനെയാണ് ഇവിടെ അർജുനനോട് ബ്രഹ്മജ്ഞാനി ആത്മജ്ഞാനിയുടെ ലക്ഷണങ്ങളായി ഭഗവാൻ ശ്രീകൃഷ്ണൻ പറയുന്നു. അതാണ് ലക്ഷണം. എന്താണ് ലക്ഷണം? ആ വ്യക്തിക്ക് ദുഃഖം ഉണ്ടാവുന്നില്ല, വിഷമം ഉണ്ടാവുന്നില്ല. പ്രസാദേ സർവദുഃഖാനാം അസ്യ ഹാനിഹി ഉപജായത്തെ. എന്താണ് അവിടെ നടക്കുന്നത്? ഫലമായി എന്താണ് ആ വ്യക്തിക്ക് കിട്ടുന്നത്? എല്ലാ ദുഃഖങ്ങളിൽ നിന്നും മുക്തരാകുന്നു, ദുഃഖമെല്ലാം നഷ്ടപ്പെടുന്നു, സർവ ദുഃഖങ്ങളും നഷ്ടപ്പെടുന്നു. അതുകൊണ്ട് മോക്ഷത്തിൻ്റെ വേറൊരു നിർവചനം, മോക്ഷം എന്താണ് എന്ന് ചോദിച്ചാൽ ആത്യന്തിക ദുഃഖ നിവൃത്തി. എല്ലാ തരത്തിലുള്ള ദുഃഖങ്ങളും ഇല്ലാതാവുന്നതാണ് മോക്ഷം. എല്ലാ തരത്തിലുള്ള ദുഃഖങ്ങളും ഇല്ലാതാവുന്നതാണ് മോക്ഷം, ആത്യന്തിക ദുഃഖ നിവൃത്തി. അപ്പോൾ ഇവിടെ എല്ലാ തരത്തിലുള്ള ദുഃഖങ്ങളും നഷ്ടപ്പെടുന്നു, ഇല്ലാതാവുന്നു. അപ്പോൾ യഥാർത്ഥത്തിൽ ആ വ്യക്തിക്ക് മോക്ഷം കിട്ടുന്നു എന്നാണ് അർത്ഥം. മോക്ഷം എന്ന് വെച്ചാൽ എന്താണ്? വീണ്ടും വീണ്ടും ജനിക്കുന്നു, വീണ്ടും വീണ്ടും മരിക്കുന്നു എന്നുള്ള ഈ അവസ്ഥയിൽ നിന്ന് മുക്തരാവുന്നു. പ്രസന്ന ചേതസോ ഹി, ആ വ്യക്തി ഹി കാരണം പ്രസന്ന ചേതസ. ആരാണ് പ്രസന്ന ചേതസ എന്ന് വെച്ചാൽ? പ്രസന്ന എന്ന് വെച്ചാൽ എന്താണ്? ശാന്തമായ. ചേതസ് എന്ന് വെച്ചാൽ മനസ്സ്. ശാന്തം മനസ്സുള്ള വ്യക്തി. ആശു ബുദ്ധി പര്യവതിഷ്ഠത്തെ. ആ വ്യക്തിക്ക് ആശു, പെട്ടെന്ന്, വളരെ എളുപ്പത്തിൽ, ബുദ്ധി പര്യവതിഷ്ഠത്തെ, ആ വ്യക്തിക്ക്, ആ വ്യക്തിയുടെ ബുദ്ധി, ആ വ്യക്തിയുടെ ബോധം, അറിവ് പെട്ടെന്ന് പ്രതിഷ്ഠിതമാകുന്നു. എന്തില്? പരമതത്വത്തിൽ. പരമതത്വത്തിൽ ആ വ്യക്തിയുടെ അറിവ് പ്രതിഷ്ഠിതമാകുന്നു. കാരണം വേറെ കുഴപ്പമൊന്നുമില്ല. മനസ്സ് വെപ്രാളപ്പെടുന്നില്ല, ചഞ്ചലപ്പെടുന്നില്ല. ചഞ്ചലപ്പെടാത്ത, ആശങ്കയില്ലാത്ത, വെപ്രാളപ്പെടാത്ത മനസ്സിന് ഏതൊരു തത്വത്തിനെയും പെട്ടെന്ന് ഗ്രഹിക്കാൻ കഴിയും, ഉൾക്കൊള്ളാൻ കഴിയും. അതാണ് ഇവിടെ പറയുന്നത്. ആശു, ആശു എന്ന് വെച്ചാൽ പെട്ടെന്ന്. ആശുതോഷ ശിവൻ്റെ പേരാണ്. ആശുതോഷ എന്ന് വെച്ചാൽ പെട്ടെന്ന് സന്തുഷ്ടനാകുന്ന ശിവൻ. ശിവനൊന്നും വേണ്ട, ശിവലിംഗത്തിൽ പോയി കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി, പെട്ടെന്ന് സന്തുഷ്ടരാകും. ആശുതോഷ. അപ്പോൾ ആശു ബുദ്ധി പരി അവതിഷ്ഠത്തെ, അതായത് പെട്ടെന്ന് ആ ബുദ്ധി പരമതത്വത്തിൽ പ്രതിഷ്ഠിതമാകുന്നു. എന്തുകൊണ്ട്? മനസ്സ് ശാന്തമായതുകൊണ്ട്. ഭഗവാൻ ശ്രീരാമകൃഷ്ണദേവൻ പറയും, ഒരു കുളത്തിൽ ചളിയാണെന്ന് വെച്ചാൽ ആ ചളി വെള്ളം താഴെ പോയി ഇങ്ങനെ ആ പൊടിയൊക്കെ താഴെ ഇങ്ങനെ പോകുമ്പോൾ മുകളിൽ വെള്ളം തെളിഞ്ഞു വരും. അതുപോലെ തന്നെയാണ് മനസ്സ്. മനസ്സിലുള്ള ഈ വെപ്രാളങ്ങൾ, ആസക്തി, ആഗ്രഹങ്ങൾ, ഇതൊക്കെ ഇങ്ങനെ പതിയെ ശാന്തമാകുമ്പോൾ
മനസ്സ് തെളിഞ്ഞു വരും. അതിന് ഭഗവാൻ ശ്രീരാമകൃഷ്ണദേവൻ പറയുന്നു, ശുദ്ധ മനസ്സ് തന്നെയാണ് ഗുരു. ശുദ്ധ മനസ്സ് തന്നെയാണ് ഗുരു. കാരണം ശുദ്ധ മനസ്സിലൂടെ നമുക്ക് ഭഗവാനെ കാണാൻ പറ്റും. ശുദ്ധ മനസ്സ് തന്നെയാണ് ഗുരു. അപ്പോൾ ഇവിടെ പ്രസന്ന ചേതസ്, നമുക്കതാണ് പ്രാപിക്കേണ്ടത്. നേടേണ്ടത് എന്താണ്? ശുദ്ധമായ മനസ്സ്, പ്രസന്ന ചേതസ്. അപ്പോൾ ഈ ശുദ്ധമായിരിക്കുന്ന മനസ്സുള്ള വ്യക്തിക്ക് മാത്രമേ ചിരിക്കാൻ കഴിയുള്ളൂ, ആനന്ദം അനുഭവിക്കാൻ കഴിയുള്ളൂ. അല്ലെങ്കിൽ ആരുടെടുത്തെങ്കിലും പോയി ചോദിച്ചാൽ നിങ്ങൾക്ക് എങ്ങനെയുണ്ട്, സുഖമാണെന്ന്? അയ്യോ, ഒന്നും ചോദിക്കണ്ട, ഈ മുട്ടുവേദന തുടങ്ങിയിട്ട് കുറേ കാലമായി, ഞാൻ ഡോക്ടറെ അടുത്ത് പോകുന്നുണ്ട്, അവരെന്തൊക്കെ മരുന്ന് പറഞ്ഞു, പിന്നെ ഈ ഒഴിച്ചലൊക്കെ പറഞ്ഞു, പക്ഷെ ഒരു ഗുണവുമില്ല. അപ്പോൾ ആൾക്കാരുടെ അടുത്ത് നമ്മൾ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ അവരവരെ മെഡിക്കൽ ഹിസ്റ്ററി പറയാൻ തുടങ്ങും. എന്തുകൊണ്ട്? മനസ്സിൽ വെപ്രാളമാണ്, ആശങ്കയാണ്. നല്ല രീതിയിൽ ആർക്കും സംസാരിക്കാൻ പറ്റില്ല. അപ്പോൾ ഒരാളുടെ അടുത്ത് നിങ്ങൾ പോയി ഒരാളിനെ പ്രശംസിക്കുന്നു, ഓ നല്ല രീതിയിൽ നിങ്ങൾ ജോലി ചെയ്തല്ലോ. അപ്പോൾ അവരിങ്ങനെ നോക്കും, പറയും എന്നെ കളിയാക്കാണല്ലേ. നല്ല രീതിയിൽ പ്രശംസിച്ചാൽ ഇല്ല, കളിയാക്കാണല്ലേ, എനിക്കറിയാം ഞാനൊന്നും അത്ര നന്നായി പ്രവർത്തിച്ചിട്ടില്ല. കാരണം മനസ്സ് മുഴുവൻ കുഴപ്പമാണ്, മനസ്സ് മുഴുവൻ ആശങ്കയാണ്, വെപ്രാളമാണ്, വിഷമമാണ്. അതുകൊണ്ട് നല്ല രീതിയിൽ ഒന്നിനെയും സ്വീകരിക്കാൻ പറ്റില്ല. അപ്പോൾ നല്ല രീതിയിൽ സ്വീകരിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ആദ്യം മനസ്സിനെ നിയന്ത്രിക്കണം. അതാണ് നായ, വളർത്തു നായയ്ക്കും വെറുതെ തെരുവിലുള്ള നായയ്ക്കുമുള്ള വ്യത്യാസം. ഇപ്പോൾ ഉയർന്ന ഇനം പോലെ നായ, ജർമ്മൻ ഷെപ്പേർഡ്, ഗോൾഡൻ റിട്രീവർ, അങ്ങനെയൊക്കെ, ഡോബർമാൻ. അപ്പോൾ ആ നായനെ കണ്ടാൽ എന്താവും? അതിനെ കൈ കൊടുത്തിട്ട് ഷേക്ക് ഹാൻഡ് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഷേക്ക് ഹാൻഡ് ചെയ്യും, സിറ്റ് എന്ന് പറഞ്ഞാൽ ഇരിക്കും, മലയാളത്തിൽ പറഞ്ഞാലും ഇരിക്കും, ഓടുന്ന് പറഞ്ഞാൽ ഓടും. നേരെ മറിച്ച് വെറുതെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ വഴിയിലുള്ള നായന് കൈ കൊടുക്കാൻ പോയാൽ ചിലപ്പോൾ അത് കൈ കടിക്കും. കാരണം പരിശീലനം ഇല്ലാത്തതുകൊണ്ട്, പരിശീലനത്തിൻ്റെ അഭാവം കാരണം, ട്രെയിനിങ്ങുടെ അഭാവം കാരണം. അപ്പോൾ ആ നായ നമ്മൾ പറയുന്നൊന്നും കേൾക്കില്ല എന്ന് മാത്രമല്ല, നമ്മൾ ചിലപ്പം കടിക്കാൻ വരും. അപ്പം മനസ്സും നായ പോലെയാണ്. മനസ്സെങ്ങനെയാണ്? നായ പോലെയാണ്. ട്രെയിനിങ് കൊടുത്താൽ, പരിശീലനം കൊടുത്താൽ നായ നമ്മൾ പറയുന്ന പോലെ കേൾക്കും, മനസ്സും നമ്മൾ പറയുന്ന പോലെ കേൾക്കും. അല്ലെങ്കിൽ നമുക്ക് തന്നെ വിഷമം, ദുഃഖം ഉണ്ടാക്കും. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? മനസ്സിന് നല്ല പരിശീലനം നൽകണം. എന്താണ് ഈ പരിശീലനം? മാത്രമല്ല, ഇപ്പോൾ എങ്ങനെ പരിശീലനം കിട്ടിയ ആത്മജ്ഞാനിയുടെ വേറെ ലക്ഷണങ്ങൾ എന്താണ്? അപ്പോൾ 66-ാമത്തെ ശ്ലോകത്തിൽ വീണ്ടും വിസ്തരിച്ച് പറയുന്നു, നാസ്തി ബുദ്ധിരയുക്തസ്യ നച അയുക്തസ്യ ഭാവന നാഭാവയതഃ ശാന്തി അശാന്തസ്യ കുതഃ സുഖം. അയുക്തസ്യ, യുക്തം എന്ന് പറഞ്ഞാൽ ചേർന്നിരിക്കുന്നത്. എന്തിനോട് ചേർന്നിരിക്കുന്നത്? എന്താണോ നമ്മുടെ ലക്ഷ്യം അതോട് ചേർന്നിരിക്കുന്നത്. ധ്യാനത്തിൻ്റെ വിഷയം എന്താണോ അതോട് ചേർന്നിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ചേർന്നിരിക്കുന്ന വ്യക്തിൻ്റെ പേരാണ് യുക്ത. അങ്ങനെ ചേർന്നിരിക്കാത്ത വ്യക്തിൻ്റെ പേരാണ് അയുക്ത. ഒരു ക്ലാസ് മുറിയിൽ അധ്യാപകൻ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ചില കുട്ടികളൊക്കെ അധ്യാപകൻ പഠിപ്പിക്കുന്നതോട് ചേർന്ന് മനസ്സിനെ നിർത്തി ഇരിക്കുന്നു. വേറെ ചില കുട്ടികൾ വേറെ എവിടേക്കോ നോക്കുന്നു, വേറെ എന്തൊക്കെയോ ചിന്തിക്കുന്നു. അപ്പോൾ അധ്യാപകർ പറയുന്ന കാര്യങ്ങളെ കേൾക്കുന്ന കുട്ടികൾ യുക്തരും, അധ്യാപകർ പറയുന്ന കാര്യങ്ങൾ കേൾക്കാതെ വേറെ എവിടെയോ മനസ്സ് ഓടിക്കൊണ്ടിരിക്കുന്ന കുട്ടികൾ അയുക്തരും. അപ്പോൾ അതാണ് അയുക്ത എന്ന് വെച്ചാൽ മനസ്സ്
ചഞ്ചലമായിരിക്കുന്ന, സ്ഥിരത ഇല്ലാത്ത, സ്ഥിരമായ ചിന്ത ഇല്ലാത്ത, അതാണ് അയുക്ത. അയുക്തസ്യ ബുദ്ധി നാസ്തി. ബുദ്ധി എന്ന് വെച്ചാൽ എന്താണ്? അറിവ്. ഇവിടെ ഏത് തരത്തിലുള്ള അറിവാണ് ഉദ്ദേശിക്കുന്നത്? ആത്മജ്ഞാനം. അപ്പോൾ അയുക്തസ്യ ബുദ്ധി നാസ്തി. അയുക്തസ്യ ബുദ്ധി നാസ്തി. സ്ഥിരമായ മനസ്സ് ഇല്ലാത്ത വ്യക്തിക്ക്, ആരുടെ മനസ്സിനാണോ സ്ഥിരത ഇല്ലാത്തത്, ചഞ്ചലമായ മനസ്സുള്ള വ്യക്തിക്ക് അറിവ് ആ വ്യക്തിയുടെ സ്വന്തം സ്വരൂപത്തിനെ കുറിച്ച്, പരമതത്വത്തിനെ കുറിച്ച്, ഈശ്വരനെ കുറിച്ച്, ഭഗവാനെ കുറിച്ച്, ആത്മനെ കുറിച്ച്, ബ്രഹ്മനെ കുറിച്ച് ആ വ്യക്തിക്ക് അറിവ് ഉണ്ടാവില്ല. നാസ്തി ഉണ്ടാവില്ല. എന്തുകൊണ്ടുണ്ടാവില്ല? ഏതൊരു വിഷയത്തിനെയും ആഴത്തിൽ മനസ്സിലാക്കാൻ നമുക്ക് സ്ഥിരത വേണം. അപ്പോഴേ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഭഗവാൻ ശ്രീരാമകൃഷ്ണദേവൻ പറയുന്നു, ഈ തൈര് എങ്ങനെ ഉണ്ടാക്കുന്ന അറിയോ? തൈര് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്? പാലിൽ കുറച്ച് തൈരിട്ട് ഒഴിച്ച് വെക്കണം. അതാണ് തൈരുണ്ടാക്കുന്നത്. അപ്പം അത് അങ്ങനെ ഒഴിച്ചു വെച്ചാൽ അതിനെ പിന്നെ അനക്കാൻ പാടില്ല. അത് അനങ്ങിക്കൊണ്ടിരുന്നാൽ തൈര് ഒരിക്കലും ആവില്ല. അതുപോലെ മനസ്സ് സ്ഥിരമായി ഭഗവാനെ കുറിച്ചും മനസ്സിൻ്റെ സ്വഭാവത്തിനെ കുറിച്ചും ആത്മനെ കുറിച്ചും ചിന്തിക്കണം. അങ്ങനെ സ്ഥിരമായി ചിന്തിച്ചാൽ മാത്രമേ മനസ്സിന് പരിശീലനം കിട്ടുള്ളൂ. ഇപ്പോൾ ഗണിതം നമ്മൾ പഠിക്കുന്നു എന്ന് വെച്ചോളൂ. അപ്പോൾ ഗണിതം പഠിക്കുമ്പോൾ കുറച്ച് നേരം ഇത് നോക്കിയിട്ട്, കുറച്ച് നേരം ടി വി നോക്കിയിട്ട്, കുറച്ച് നേരം കളിച്ചാൽ ഗണിതം പഠിക്കാൻ പറ്റും? അവിടെ ഇരുന്ന് മനസ്സും ശ്രദ്ധയും മുഴുവനും ആ പാഠത്തിൽ കൊടുത്താൽ മാത്രമേ, ഗണിതം മാത്രമല്ല ഏതൊരു പാഠവും പഠിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതുപോലെ തന്നെയാണ് ഇവിടെ. അതുകൊണ്ട് അയുക്തസ്യ ബുദ്ധി നാസ്തി. സ്ഥിരത ഇല്ലാത്ത മനസ്സിന് ഒരിക്കലും ഭഗവാനെ മനസ്സിലാക്കാൻ പറ്റില്ല. അയുക്തസ്യ ഭാവന ച ന. ഭാവന എന്ന് വെച്ചാൽ ഭാവിക്കാൻ ഉള്ള ശേഷി, ഭാവന. അപ്പോൾ സ്ഥിരമായ മനസ്സില്ലാത്ത വ്യക്തിക്ക് ഒന്നിനെയും സങ്കല്പിക്കാനും പറ്റില്ല. എന്താണ് സങ്കല്പം? ഇവിടെ നമ്മൾ ഭഗവാനെ കുറിച്ച് ധ്യാനിക്കുന്നു, ഓം എന്നുള്ള അക്ഷരത്തിനെ ധ്യാനിക്കുന്നു, അല്ലെങ്കിൽ ഭഗവാൻ പരമതത്വമാണ്, സർവവ്യാപിയാണ് എന്നുള്ള കാര്യങ്ങളെക്കുറിച്ച് ധ്യാനിക്കുന്നു, അല്ലെങ്കിൽ ശ്രീകൃഷ്ണനാണ്, ഇങ്ങനെ നിൽക്കുന്നു, ഓടക്കുഴൽ വായിക്കുന്നു എന്നൊക്കെ വിചാരിച്ച് ധ്യാനിക്കുന്നു. അങ്ങനെ ഭഗവാനെ കുറിച്ച് ധ്യാനിക്കുന്നു. അപ്പോൾ ഒരു വ്യക്തിക്ക് മനസ്സ് സ്ഥിരത ഇല്ലാത്ത വ്യക്തിക്ക് അങ്ങനെ ഒന്നും ധ്യാനിക്കാൻ പറ്റില്ല, മനസ്സിലൊന്നും നിൽക്കില്ല. അപ്പോൾ ആ വ്യക്തിക്ക് ഭാവന എന്ന് വെച്ചാൽ ധ്യാനം ഉണ്ടാവില്ല, ഭാവന ഉണ്ടാവില്ല, ധ്യാനം ഉണ്ടാവില്ല. അഭാവയത ച ശാന്തിഹീന. അങ്ങനെ ദൈവത്തിനെ കുറിച്ചോ അല്ലെങ്കിൽ പരമതത്വത്തിനെ കുറിച്ചോ ചിന്തിക്കാത്ത വ്യക്തിക്ക് ഒരിക്കലും മനസമാധാനം ഉണ്ടാവില്ല, ശാന്തി ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനെ ശാന്തി, മനസമാധാനമില്ലെങ്കിൽ അശാന്തസ്യ സുഖം കുതഃ. അങ്ങനത്തെ വ്യക്തിക്ക് എങ്ങനെ സുഖമുണ്ടാകും, അതായത് ആനന്ദമുണ്ടാകും എന്നാണ് ചോദിക്കുന്നത്. അപ്പം ഇവിടെ മനസ്സിന് സ്ഥിരതയില്ലെങ്കിൽ ഒന്നും മനസ്സിലാക്കാൻ പറ്റില്ല, മനസ്സിന് സ്ഥിരതയില്ലെങ്കിൽ ഒന്നും സങ്കല്പിക്കാൻ പറ്റില്ല, മനസ്സിന് സ്ഥിരതയില്ലെങ്കിൽ സങ്കല്പിക്കാൻ പറ്റാത്തതിന് കാരണം ശാന്തി ഉണ്ടാവില്ല, മനസ്സമാധാനം ഉണ്ടാവില്ല. മനസ്സമാധാനമില്ലെങ്കിൽ ആ വ്യക്തിക്ക് ആനന്ദമുണ്ടാവില്ല, സുഖമുണ്ടാവില്ല. അപ്പോൾ
ആദ്യം മനസ്സ് സ്ഥിരമാകണം, സ്ഥിരത ഉണ്ടാവണം മനസ്സിന്. ഇതാണ് ആദ്യം മനസ്സിന് സ്ഥിരത വേണം, സ്റ്റഡി ആയിരിക്കണം, വെപ്രാളം ഉണ്ടാവാൻ പാടില്ല, മനസ്സിന് സ്ഥിരത വേണം. ഇത് മനസ്സിൻ്റെ സ്ഥിരത പരിശീലിച്ച, മനസ്സിനെ സാധനയിലൂടെ പരിശീലനത്തിലൂടെ നിയന്ത്രിച്ച ആൾക്കാരുടെ അവസ്ഥയാണ്. അങ്ങനെ ഇല്ലാത്ത ആൾക്കാർക്ക് എന്തായിരിക്കും അവസ്ഥ? മനസ്സിനെ പരിശീലിക്കാത്ത ആൾക്കാർക്ക് എന്തായിരിക്കും അവസ്ഥ? അതാണ് അടുത്ത ശ്ലോകത്തിൽ പറയുന്നത്. 67-ാമത്തെ ശ്ലോകത്തിൽ ഇതാണ് പറയുന്നത്. മനസ്സ് തീരെ നിയന്ത്രണത്തിലല്ല. കുരങ്ങ് കണ്ടിട്ടുണ്ടോ? കുരങ്ങിന് വാലുണ്ട്. നമ്മളൊക്കെ എവിടെ നിന്നാണ് വന്നത്? കുരങ്ങുന്നാണ് വന്നത്. നമുക്ക് വാലില്ല. പക്ഷേ നമ്മളും വാലാവുമ്പോൾ പറയാം അവനൊരു വാലാണെന്ന്, അല്ലേ? അല്ലെങ്കിൽ ആ കൊച്ചിനെ കണ്ടില്ലേ, വാലാണെന്ന്. കാരണം പുറത്ത് വാലില്ലെങ്കിലും വാല് പോലെ ഉള്ള പ്രവർത്തനം. അപ്പോൾ ഇവിടുന്ന് അവിടെ ചാടും. ഒരു മിനിറ്റ് പോലും മിണ്ടാതെ ഇരിക്കില്ല. അവരൊക്കെ അല്ലേ വാലെന്ന് പറയുന്നത്, അല്ലേ? വാല് കേട്ടിട്ടില്ല? വാലാണെന്ന് കേട്ടിട്ടില്ല? ഒരുപാട് കുരുത്തക്കേടുണ്ടെങ്കിൽ ഒരു വാലാണെന്ന് പറഞ്ഞ് കേട്ടിട്ടില്ല? അപ്പോൾ കുരുത്തക്കേട് കുറവായിരിക്കും, അതുകൊണ്ടാണ് അങ്ങനെ കേൾക്കാത്തത്. അപ്പോൾ കുരങ്ങ് എങ്ങനെയാണ്? ചാടിക്കൊണ്ടേയിരിക്കും. ഒരു സ്ഥലത്ത് മിണ്ടാതിരിക്കോ? ഒരിക്കലും ഇരിക്കില്ല. ചാടിക്കൊണ്ടേയിരിക്കും. ഒരു ശാഖയിൽ നിന്ന് വേറൊരു ശാഖയിലേക്ക്, ഒരു സ്ഥലത്ത് നിന്ന് വേറെ സ്ഥലത്തേക്ക് ചാടിക്കൊണ്ടേയിരിക്കും. കാരണം പരിശീലനം ഇല്ലാത്തതുകൊണ്ട്. അതേ കുരങ്ങ് ഇപ്പം ഇവിടെയൊക്കെ കാണാൻ പറ്റില്ല. വളരെ കാലം മുമ്പ് ആൾക്കാർ കുരങ്ങ് കൊണ്ടുവരും പല അഭ്യാസങ്ങളൊക്കെ കാണിക്കാൻ. കണ്ടിട്ടുണ്ടോ? ഇല്ല. അപ്പോൾ കുരങ്ങിന് നടക്കാൻ പറയും. ഇപ്പോൾ കുരങ്ങ് ഒരു ചട്ടിയൊക്കെ എടുത്തിട്ട് ഇങ്ങനെ നടക്കും. പിന്നെ കുരങ്ങിൻ്റെ അടുത്ത് ഒരു എന്തൊക്കെ ചെയ്യാൻ പറയും. അപ്പോൾ കുരങ്ങ് ചെയ്യും. അപ്പോൾ അങ്ങനെയൊക്കെ സർക്കസ് പോലെ. അത് കുരങ്ങിന് പരിശീലനം കിട്ടിയതുകൊണ്ട്, നിയന്ത്രിതമായിരിക്കുന്ന കുരങ്ങ്. അങ്ങനെ അല്ലെങ്കിൽ എന്താകും? അതാണ് 67-ാമത്തെ ശ്ലോകം, 2-ാമത്തെ അധ്യായത്തിൽ 67-ാമത്തെ ശ്ലോകത്തിൽ പറയുന്നത്. ഇന്ദ്രിയാണാം ഹി ചരതാം യൻ മനഃ അനുവിധീയത്തെ തദസ്യ ഹരതി പ്രജ്ഞാം വായുർനാവം ഇവ അംബസി. ഹി കാരണം ചരതാം ഇന്ദ്രിയാണാം, ഇങ്ങനെ ചുറ്റിക്കളിക്കുന്ന ഇന്ദ്രിയങ്ങൾ. ഇന്ദ്രിയങ്ങൾ എന്ന് വെച്ചാൽ എന്താണ്? 5 ഇന്ദ്രിയങ്ങൾ: കണ്ണ്, മൂക്ക്, ചെവി, നാവ്, ത്വക്ക്. അപ്പം ഇത് ചുറ്റിക്കളിക്കുന്ന ഇന്ദ്രിയങ്ങളാണ്. ചരതാം ഇന്ദ്രിയാണാം യത് മനഃ അനുവിധീയത്തെ. ഏതൊരു മനസ്സാണോ ഈ ഇന്ദ്രിയങ്ങളെ അനുസരിക്കുന്നത്, അപ്പോൾ കണ്ണ് പോകുന്ന സ്ഥലത്ത് തന്നെ മനസ്സും പോകുന്നു. ചെവിയിൽ വരുന്ന ശബ്ദത്തിലേക്ക് തന്നെ മനസ്സും ആകൃഷ്ടരാകുന്നു. അതുപോലെ തന്നെ രുചിയിലേക്ക് തന്നെ മനസ്സ് പോകുന്നു. അങ്ങനെ ഇന്ദ്രിയങ്ങളുടെ അടിമയായി ഇന്ദ്രിയങ്ങളെ അനുസരിക്കുന്ന മനസ്സ്, ഏത് മനസ്സാണോ ആ മനസ്സെന്ത് ചെയ്യും? തത് അസ്യ വായു അംബസി നാവമിവ പ്രജ്ഞാം ഹരത്തി. ആ മനസ്സിൻ്റെ അവസ്ഥ എങ്ങനെയായിരിക്കും? വായു അംബസി നാവം. നാവം എന്ന് വെച്ചാൽ വഞ്ചി. വഞ്ചി കണ്ടിട്ടില്ലേ? വഞ്ചി എങ്ങനത്തെ വഞ്ചി? കാറ്റിൽ, കൊടുങ്കാറ്റിൽ അകപ്പെട്ടിരിക്കുന്ന വഞ്ചി. പക്ഷേ ആ വഞ്ചിനെ ഓടിക്കാൻ ആരുമില്ല. അങ്ങനെ ഒരു വഞ്ചി കൊടുങ്കാറ്റിൽ അകപ്പെട്ടിരുന്നാൽ എന്താവും? കാറ്റ് എവിടേക്കാണോ പോകുന്നത് അവിടേക്ക് വഞ്ചി പോകും. കിഴക്കോട്ടാണെങ്കിൽ കിഴക്കോട്ട് പോകും, തെക്കോട്ടാണെങ്കിൽ തെക്കോട്ട് പോകും, വടക്കോട്ടാണെങ്കിൽ വടക്കോട്ട് പോകും. അങ്ങനെ അതിങ്ങോട്ടും അങ്ങോട്ടും മാറി കളിക്കും. കാരണം അതിനെ നിയന്ത്രിക്കാൻ ആരുമില്ല. മാത്രമല്ല കൊടുങ്കാറ്റിൽ അകപ്പെട്ടിരിക്കുന്ന വഞ്ചിയാണ്. വായുഹു, അപ്പോൾ ഇവിടെ വായു എന്ന് വെച്ചാൽ കൊടുങ്കാറ്റെന്ന് മനസ്സിലാക്കണം. അംബസി വെള്ളത്തിൽ, നാവം വഞ്ചി.
കൊടുങ്കാറ്റിൽ അകപ്പെട്ടിരിക്കുന്ന വഞ്ചി. അപ്പോൾ കാറ്റ് എവിടേക്കാണോ കൊണ്ടുപോകുന്നത് അവിടെ പോകും. കാരണം അത് ഓടിക്കാൻ ആരുമില്ല. ഒരു വ്യക്തി ഇന്ദ്രിയങ്ങളെ മാത്രം അനുസരിച്ച് പ്രവർത്തിച്ചാൽ ഇങ്ങനെയാകും. കാണുന്നതിനെ മാത്രം അനുസരിക്കുന്നു, കേൾക്കുന്നതിനെ മാത്രം അനുസരിക്കുന്നു, രുചിക്കുന്നതിനെ മാത്രം അനുസരിക്കുന്നു. അപ്പോൾ ഒരു വ്യക്തിക്ക് അറിയാം, ഓ ഹൽവ നല്ല രുചി, ഹൽവ ഇഷ്ടമാണോ? നല്ല രുചിയാണ്. ആ വ്യക്തിക്കറിയാം ഹൽവ നല്ല രുചിയാണ്. പക്ഷേ ഇപ്പോൾ കഴിക്കാൻ പാടില്ല, കാരണം ഇപ്പോൾ വയറ്റിളക്കാണ്. അപ്പോൾ ഹൽവ കഴിച്ചാൽ വയറ്റിളക്കം നന്നാവോ മോശമാവോ? മോശമാവും. അതുകൊണ്ട് ഇപ്പോൾ കഴിക്കാൻ പാടില്ല. അത് മനസ്സിലാക്കണം. അങ്ങനെ മനസ്സിലാക്കിയില്ലെങ്കിൽ എന്താവും? അപ്പോൾ ഹൽവ കഴിച്ചാൽ എന്താവും? അസുഖം കൂടും. അസുഖം കൂടിയാൽ എന്താവും? ദുഃഖം കൂടും. അതുകൊണ്ട് ആ ഹൽവ രുചിയുടെ നമ്മൾ അടിമകളാകാൻ പാടില്ല. അതിനെ മാത്രം അനുസരിക്കാൻ പാടില്ല. അങ്ങനെ തന്നെ എല്ലാ കാര്യങ്ങളും. അങ്ങനെ അനുസരിച്ചാൽ എന്താകും? ഈ കൊടുങ്കാറ്റിൽ അകപ്പെട്ട ഒരു വഞ്ചി പോലെ നമുക്ക് ഒരു എത്തും പിടിയുമില്ലാതെ ഇങ്ങോട്ടും അങ്ങോട്ടും അലഞ്ഞുകൊണ്ടിരിക്കും. അതായിരിക്കും അവസ്ഥ. അതുകൊണ്ട് മഹാബാഹോ, അടുത്ത ശ്ലോകത്തിൽ 68-ാമത്തെ ശ്ലോകത്തിൽ ഭഗവാൻ ശ്രീകൃഷ്ണൻ അർജുനനോട് പറയുന്നു, അതിനാൽ മഹാബാഹോ, മഹാബാഹോ എന്ന് വെച്ചാൽ വലിയ ബാഹുവുള്ള, ബാഹു എന്ന് വെച്ചാൽ കയ്യ്, അത് അർജുനന് ഒരു പേരാണ് മഹാബാഹു. അപ്പോൾ മഹാബാഹോ തസ്മാത്, അതിനാൽ യസ്യ ഇന്ദ്രിയാണി, ആരുടെ ഇന്ദ്രിയങ്ങളാണോ, ഇന്ദ്രിയാർത്ഥേഭ്യഃ സർവശഃ നിഗൃഹീതാനി, ഇന്ദ്രിയങ്ങൾക്ക് ഇന്ദ്രിയ വിഷയങ്ങളുണ്ട്. കണ്ണിന് കാഴ്ച, ചെവിക്ക് ശബ്ദം, അങ്ങനെ. അപ്പോൾ ആരുടെ ഇന്ദ്രിയങ്ങളാണോ ഇന്ദ്രിയ വിഷയങ്ങളിൽ നിന്ന് നിഗൃഹീതാനി, മാറ്റി വച്ചിരിക്കുന്നത് അല്ലെങ്കിൽ നിയന്ത്രിച്ചു വച്ചിരിക്കുന്നത്, ശബ്ദം കേൾക്കുന്നു പക്ഷെ ആ ശബ്ദത്തിലേക്ക് മനസ്സിനെ പോകാൻ സമ്മതിക്കുന്നില്ല. ഇപ്പോൾ കുറേ ആട്ടിൻ കൂട്ടം വെച്ച് ചില ആൾക്കാർ ആട് മേയ്ക്കാൻ പോകും, കണ്ടിട്ടുണ്ടോ? ഒരുപാട് ആടുണ്ടാവും, കണ്ടിട്ടുണ്ടോ? അപ്പോൾ അവരുടെ അടുത്ത് ചിലപ്പം 2-3 നായയുണ്ടാവും. ഈ ജർമ്മൻ ഷെപ്പേർഡ് എന്ന് പേര് വന്നത് അതുകൊണ്ടാണ്. അപ്പോൾ ഈ നായ എന്ത് ചെയ്യും? ഈ ആട്ടിൻകൂട്ടം അത് ഇങ്ങോട്ടങ്ങോട്ടോ പോകുന്നോന്ന് നോക്കും. ആരെങ്കിലും ഒരാൾ പോയാൽ അത് പോയി അങ്ങോട്ട് ശരിയാക്കും. എല്ലാം നന്നായി ഒരേ രീതിയിൽ പോകുന്നു. അപ്പോൾ അവർക്ക് ചിലപ്പോൾ പുല്ല് കണ്ടാൽ അവർ അങ്ങോട്ട് പോകും. അപ്പോൾ ഈ പോകാൻ സമ്മതിക്കില്ല, അവരെ പോകാൻ സമ്മതിക്കില്ല, അവിടുന്ന് മാറ്റി നിർത്തും. അതാണ്. അങ്ങനെ നമ്മുടെ മനസ്സിനെ നമ്മൾ മാറ്റി നിർത്തണം. നല്ലൊരു ശബ്ദം വന്നു ഉടനെ നമ്മുടെ മനസ്സ് ആ ശബ്ദം വന്ന സ്ഥലത്തേക്ക് പാഞ്ഞു ഓടാൻ പാടില്ല. അങ്ങനെ ചെയ്താൽ അപ്പം നിഗൃഹീതാനി, അവിടുന്ന് മാറ്റി വെക്കണം, അല്ലെങ്കിൽ നിയന്ത്രിക്കണം, കൺട്രോൾ ചെയ്യണം, നിയന്ത്രിക്കണം. നിഗൃഹീതാനി തസ്യ പ്രജ്ഞാ പ്രതിഷ്ഠിത, അങ്ങനെ ചെയ്യുന്ന വ്യക്തിക്ക് എന്താകുന്നു? ആ വ്യക്തിയുടെ അറിവ്, ആ വ്യക്തിയുടെ ബുദ്ധി, അത് ആത്മതത്വത്തിൽ, ഭഗവാന്റെ ജ്ഞാനത്തിൽ പ്രതിഷ്ഠിതമാകുന്നു. അതൊന്നും മാറുന്നില്ല, വ്യതിചലിക്കുന്നില്ല, അതിൽ തന്നെ പ്രതിഷ്ഠിതമാകുന്നു. അപ്പോൾ ഇതിൻ്റെ അർത്ഥം എന്താണ്? ഓ, ആ വ്യക്തിക്കൊന്നും രുചിക്കാൻ പറ്റില്ല, ഒന്നും നല്ല കാഴ്ച കാണാൻ പറ്റില്ല, നല്ല ശബ്ദം കേൾക്കാൻ പറ്റില്ല എന്നാണോ? അല്ല, അതൊക്കെ എല്ലാം ചെയ്യും, പക്ഷേ അതിലൊന്നും കുടുങ്ങില്ല, അതിലൊന്നും ആസക്തരാവില്ല എന്നാണ് എൻ്റെ അർത്ഥം. അപ്പോൾ ഇതെങ്ങനെയാണ്? ഇതിനൊരു ഉപമ, ഒരു ഉദാഹരണം ഭഗവാൻ ശ്രീകൃഷ്ണൻ പറയുന്നു. എങ്ങനെയാണിത്? പൊതുവെ എല്ലാവരും ഇന്ദ്രിയങ്ങളിൽ കുടുങ്ങിയിരിക്കുകയാണ്.
നല്ല മണം വന്നാൽ അതെന്താണെന്ന് നമ്മൾ അന്വേഷിച്ചു പോവും, അതൊന്ന് കഴിക്കണമെന്ന് പറയും. അപ്പം ഇന്ദ്രിയങ്ങളിൽ എല്ലാവരും കുടുങ്ങിയിരിക്കുകയാണ്, ഇന്ദ്രിയങ്ങളുടെ പുറകെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഇതെന്താണ്, ചില ആൾക്കാർ ഇന്ദ്രിയങ്ങളിൽ നിന്ന്, ഇന്ദ്രിയ വിഷയങ്ങളിൽ നിന്ന് മനസ്സിനെ മാറ്റി വയ്ക്കുന്നു എന്ന് പറഞ്ഞാൽ അത് വലിയ കാര്യമാണ്. എങ്ങനെയാണ് ആ കാര്യം? അതാണ് 69ാമത്തെ ശ്ലോകത്തിൽ 69ാമത്തെ ശ്ലോകത്തിൽ 2ാമത്തെ അധ്യായത്തിൽ ഭഗവാൻ ശ്രീകൃഷ്ണൻ പറയുന്നത്, യാ നിശാ സർവഭൂതാനാം തസ്യാം ജാഗർത്തി സംയമി യസ്യാം ജാഗ്രതി ഭൂതാനി സാ നിശ പശ്യത്തോ മുനേഹേ. സർവഭൂതാനാം, എല്ലാ ജീവികളിലും, യാ എന്താണോ, നിശ എന്താണോ, നിശ എന്ന് വെച്ചാൽ എന്താണ്? നിശ എന്ന് വെച്ചാൽ രാത്രി, രാത്രി എന്താണോ രാത്രി, സംയമി അത് മനസ്സിനെ നിയന്ത്രിച്ച ഒരു വ്യക്തിക്ക് അത് ആ രാത്രിയിൽ ആ വ്യക്തി ജാഗർത്തി ഉണർന്നിരിക്കുന്നു. രാത്രി നമ്മൾ എന്താ ചെയ്യുന്നത്? ഉണർന്നിരിക്കുക. എന്താ ചെയ്യുന്നത്? ഉറങ്ങും. അപ്പോൾ ഉറങ്ങും. പക്ഷേ ആരാണോ സംയമി, മനസ്സിനെ നിയന്ത്രിച്ചിരിക്കുന്ന വ്യക്തി, ആ വ്യക്തി രാത്രി എന്ന് തോന്നുന്ന സമയത്തിൽ ആ വ്യക്തി ഉണരും. ഇവിടെ എന്താ ഉദ്ദേശിച്ചിരിക്കുന്നത് വെച്ചാൽ, ഇന്ദ്രിയ വിഷയങ്ങളെ അനുസരിച്ച് അതിൻ്റെ പുറകെ ഓടി അതിൻ്റെ അടിമയങ്ങളാകുന്നു. അതാണ് രാത്രി. കാരണം അത് അന്ധകാരമാണ്. രാത്രിയിൽ അന്ധകാരമല്ലേ? അല്ലേ? നമ്മൾ വിളക്കൊക്കെ ഇടുന്നു, അല്ലെങ്കിൽ ചന്ദ്രൻ്റെ വെളിച്ചമുണ്ട്, വെട്ടമുണ്ട്, അതുകൊണ്ട് നമുക്ക് അന്ധകാരമില്ലാതാവുന്നു. പക്ഷേ സ്വാഭാവികമായ അന്ധകാരമല്ലേ? അപ്പം ഈ അന്ധകാരം ആണ് ഒരു വ്യക്തി ഇന്ദ്രിയങ്ങളുടെ പുറകെ ഓടിയാൽ അത് അന്ധകാരമാണ്. പക്ഷേ ആരാണോ മനസ്സിനെ ജയിച്ചിരിക്കുന്നത്, ആ വ്യക്തിക്ക് ആ സമയം ഉറക്കമല്ല, അതായത് അന്ധകാരമല്ല, ആ വ്യക്തി ആ സമയം ഉണർന്നിരിക്കുന്നു. അതേപോലെ തന്നെ യസ്യാം ഭൂതാനി ജാഗ്രതി, എപ്പോഴാണോ അല്ലെങ്കിൽ എന്തിലാണോ എല്ലാ ജീവികളിലും ഉണർവ് ഇരിക്കുന്നത് അല്ലെങ്കിൽ പ്രവൃത്തി ഇരിക്കുന്നത്, എന്തിനെക്കുറിച്ചാണോ എല്ലാ ജീവികളും ഉണർന്നിരിക്കുന്നത് അല്ലെങ്കിൽ എന്തിനെ ആശ്രയിച്ചാണോ എല്ലാ ജീവികളും പ്രവർത്തിക്കുന്നത്, ആ വിഷയങ്ങളെ സംബന്ധിച്ചിടത്തോളം പശ്യതഃ മുനേഹേ സാ നിശ, അതിനെ ഒരു മുനി എന്ന് വെച്ചാൽ മനസ്സിനെ ജയിച്ച വ്യക്തി, മനസ്സിനെ നിയന്ത്രിച്ച വ്യക്തി, ആ മുനി അവിടെ രാത്രിയാണ് കാണുന്നത്. ഇപ്പോൾ ആർക്കെങ്കിലും എന്താണ് കുറച്ച് ആനന്ദമായി എന്തെങ്കിലും ആഘോഷിക്കണമെങ്കിൽ എന്ത് ചെയ്യും? കുറച്ച് എവിടെയെങ്കിലും പോയി കുറച്ച് മദ്യപിക്കും, കുറച്ച് എന്തെങ്കിലും ഭക്ഷണമൊക്കെ, വിവിധ ഭക്ഷണങ്ങൾ കഴിക്കും, പിന്നെ ഒച്ചയും ബഹളമൊക്കെ ഉണ്ടാക്കും, കറോക്കെ പാടും. അതായത് അവരിനാരും പാടാനൊന്നും വിളിക്കുന്നില്ല, അപ്പോൾ അവർ തന്നെ പാടി എല്ലാവരെയും ഉപദ്രവിക്കും. അങ്ങനെയല്ലേ? അതല്ല ആഘോഷം അല്ലേ? അടിച്ചു പൊളിക്കാം. അപ്പം അങ്ങനെ അടിച്ചു പൊളിക്കുന്നത് കണ്ടാൽ, ആരാണോ മനസ്സിനെ നിയന്ത്രിച്ചിരിക്കുന്ന ആ വ്യക്തിക്ക് അത് കണ്ടാൽ തന്നെ അത് അന്ധകാരമാണ്, അത് ആനന്ദമല്ല, അന്ധകാരമാണ്. അപ്പോൾ ആനന്ദം എന്താണ്? നമ്മുടെ മനസ്സിനെ അതിൻ്റെ തോന്നിയ രീതിയിൽ പോകാതെ നിയന്ത്രിക്കുന്നതാണ് ആനന്ദം. വണ്ടിയില്ലേ, വണ്ടി, കാറ്, സ്കൂട്ടർ, ഇതൊക്കെ അല്ലേ, ബസ്, അതിൽ ആക്സിലറേറ്റർ എന്ന് പറയും, അതായത് അതിൻ്റെ സ്പീഡ് വർദ്ധിപ്പിക്കാനുള്ള യന്ത്രം, അത് മാത്രം ഉണ്ടെന്ന് വെച്ചോളൂ, ബ്രേക്ക് ഇല്ല എന്ന് വെച്ചോളൂ. എന്ത് രസമായിരിക്കും അല്ലേ? ബ്രേക്ക് ഇല്ലാത്ത വണ്ടി നല്ല രസമായിരിക്കില്ലേ? ആയിരിക്കില്ല? അങ്ങനെ നമുക്ക് പോകാമല്ലോ, നല്ല വേഗതയിൽ പോകാമല്ലോ, രസമായിരിക്കില്ല? എന്താ അതിനുകൊണ്ട് ബ്രേക്ക് ഇല്ലെങ്കിൽ വണ്ടിയിൽ അപകടമുണ്ടോ? അപ്പോൾ വണ്ടിക്ക് നമ്മളെ കൊണ്ട് വണ്ടീനെ നിർത്താൻ പറ്റില്ല. നിർത്താൻ പറ്റുമോ?
ബ്രേക്ക് ഇല്ലെങ്കിൽ പറ്റോ? അപ്പോൾ ബ്രേക്ക് വേണം. ബ്രേക്ക് ഉണ്ടായിരുന്നാൽ മാത്രമേ വണ്ടി നല്ലോണം നമുക്ക് ഓടിക്കാൻ പറ്റുള്ളൂ. അപ്പം നമ്മുടെ ജീവിതത്തിലും ഈ മനസ്സിനെ നിയന്ത്രിക്കാനുള്ള ബ്രേക്ക് വേണം. അപ്പോഴേ നമുക്ക് മനസ്സിനെ നല്ലോണം ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അത് നിർത്താനുള്ള സംവിധാനം അറിഞ്ഞിരിക്കണം. അതിനെ നിയന്ത്രിക്കാനുള്ള സംവിധാനം നമുക്ക് ഉണ്ടാവണം. അതാണ് ഇവിടെ പറയുന്നത്. ആരാണോ മനസ്സിനെ നിയന്ത്രിക്കുന്നത്, അല്ലെങ്കിൽ മനസ്സിനെ നിയന്ത്രിക്കാൻ ആരാണോ ശ്രമിക്കുന്നത്, ആ വ്യക്തിക്ക് എല്ലാവരും ഈ ഇന്ദ്രിയങ്ങളുടെ അടിമയായിരിക്കുന്നത് കണ്ടാൽ അത് രാത്രി പോലെയാണ്. നേരെ മറിച്ച് ഇന്ദ്രിയങ്ങളെ ആശ്രയിക്കുന്ന ഒരു വ്യക്തി, ആ വ്യക്തിക്ക് ഭൂരിപക്ഷം ആൾക്കാർ അങ്ങനെ തന്നെയാണ്. അപ്പോൾ ആ വ്യക്തിക്ക് ഇന്ദ്രിയത്തിനെ നിയന്ത്രിക്കണം എന്ന് പറഞ്ഞാൽ അത് ബുദ്ധിമുട്ടാണ്, അല്ലേ? ഒരു ക്ലാസ്സിൽ നല്ലോണം പഠിക്കുന്ന ഒരു വിദ്യാർത്ഥി ഉണ്ട്, പഠിക്കണോ എന്ന് വിചാരിക്കുന്ന ഒരു വിദ്യാർത്ഥി ഉണ്ട്. അപ്പോൾ പരീക്ഷ വരുന്നത് മുമ്പ് തൊട്ട് തന്നെ ആര് പഠിക്കും? ആദ്യം പറഞ്ഞ വിദ്യാർത്ഥി. നല്ലോണം പഠിക്കണോ എന്ന് വിചാരിക്കുന്ന വിദ്യാർത്ഥി പരീക്ഷേൻ്റെ തൊട്ട് തലേ ദിവസമായിരിക്കും ആദ്യം പുസ്തകങ്ങളൊക്കെ എടുത്ത് പൊടിയൊക്കെ തട്ടി തുറക്കുക. പിന്നെ പരീക്ഷയ്ക്ക് തൊട്ട് മുമ്പ് ഇങ്ങനെ എല്ലാം നോക്കും, അല്ലേ? അപ്പോൾ ആ വിദ്യാർത്ഥിനെ സംബന്ധിച്ചിടത്തോളം പഠിക്കുന്നത് വളരെ പ്രയാസമുള്ള കാര്യമാണ്. പക്ഷേ പഠിത്തത്തിൽ താല്പര്യം ഉള്ള വ്യക്തിക്ക്, ആ വിദ്യാർത്ഥിക്ക് ഇങ്ങനെ പഠിക്കാതിരിക്കുന്നത് വളരെ പ്രയാസമുള്ള കാര്യമാണ്. അതാണ് വ്യത്യാസം. അപ്പോൾ ഈ ഇന്ദ്രിയങ്ങൾ, അതായത് നമ്മുടെ കണ്ണ്, മൂക്ക്, ചെവി, ഇതിൻ്റെയൊക്കെ അടിമയായിരിക്കണം എന്ന് വിചാരിക്കുന്ന ആൾക്കാർക്ക് അതിനെ നിയന്ത്രിക്കുന്നത് അന്ധകാരം പോലെയാണ്, രാത്രി പോലെയാണ്. അതേസമയം ഇതിനെയൊക്കെ പരിശീലിച്ച് അതിനെ ശരിക്കും ഉപയോഗിക്കണം എന്ന് വിചാരിക്കുന്ന ആൾക്കാർക്ക് അതിനെ നിയന്ത്രിക്കാതിരിക്കുന്നത് രാത്രി പോലെയാണ്. നിയന്ത്രിക്കുന്നത് ഉണർന്നിരിക്കുന്നതാണ്. വണ്ടി ഓടിക്കുമ്പോൾ വണ്ടി ഓടിക്കുന്ന ആൾ ഉറങ്ങിയപ്പോൾ എങ്ങനെ ഉണ്ടാവും? അപകടം ഉണ്ടാവും. അപ്പോൾ വണ്ടി ഓടിക്കുന്ന ആൾ ഉണർന്നിരിക്കണം. നമ്മുടെ ഇന്ദ്രിയങ്ങളാണ് ഇതൊക്കെ, നമ്മളാണ് നിർദ്ദേശിക്കുന്നത്. കണ്ണിൻ്റെ അടുത്ത് ഇങ്ങനെ കാണണമെന്നും ചെവിയുടെ അടുത്ത് ഇങ്ങനെ കേൾക്കണമെന്നും നാമാണ് നിർദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മൾ നിർദ്ദേശിക്കുന്ന നമ്മൾ തന്നെ ശരിക്കും നിർദ്ദേശിച്ചില്ലെങ്കിൽ എന്താവും? അപകടമുണ്ടാവും. അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത്, ആർക്കാണോ ഈ ഇന്ദ്രിയങ്ങളെ അനുകരിക്കുന്നത് ശീലമായിരിക്കുന്നത്, ഇന്ദ്രിയങ്ങളുടെ അടിമകളായി ആരാണോ ഇരിക്കുന്നത്, അവർക്ക് എന്താണോ പകൽ പോലെ ഉള്ളത്, അത് ഇന്ദ്രിയങ്ങളെ പരിശീലിപ്പിക്കുന്ന, നിയന്ത്രിക്കുന്ന ആൾക്കാർക്ക് രാത്രിയാണ്. നേരെ മറിച്ച് ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കുന്ന ആൾക്കാർക്ക് എന്താണോ പകൽ പോലെ ഉള്ളത്, അത് മറ്റുള്ള ആൾക്കാർക്ക് രാത്രി പോലെയാണ്. അപ്പോൾ നല്ലോണം പഠിക്കാൻ താല്പര്യമുള്ള ഒരു വിദ്യാർത്ഥിക്ക് പഠിത്തം പകൽ പോലെയും പഠിക്കാതിരിക്കുന്നത് രാത്രി പോലെയുമാണ്. പക്ഷേ പഠിത്തത്തോട് തീരെ താല്പര്യമില്ലാത്ത വിദ്യാർത്ഥിക്ക് പഠിക്കുന്നത് രാത്രി പോലെയും പഠിക്കാതിരിക്കുന്നത് ആഘോഷം പോലെയാണ്, അല്ലേ? അങ്ങനെയല്ലേ? അപ്പം അതുകൊണ്ട് ഇതിൽ വേറെയൊരു അർത്ഥമുണ്ട്. നാം ഇന്ദ്രിയങ്ങളെ നിരീക്ഷിച്ചില്ലെങ്കിൽ അത് ഘോരമായ അന്ധകാരത്തിലേക്ക് നമ്മളെ കൊണ്ടുപോയി നയിക്കും. ഇന്ദ്രിയങ്ങളെ നിരീക്ഷിച്ചത് മാത്രമല്ല, ഇന്ദ്രിയങ്ങളെ പരിശീലിച്ച് അവയെ നിയന്ത്രിച്ചെങ്കിൽ അത് നമ്മളെ വെട്ടത്തിലേക്ക് നയിക്കും എന്നാണ് ഇതിൻ്റെ അർത്ഥം. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം തത്സത്. ശ്രീരാമകൃഷ്ണാർപ്പണമസ്തു.